मौका दिया कि आप सबके साथ भोर को उठकर परमेश्वर के वचन से मनन करने के लिए परमेश्वर सौभाग्य थे। परमेश्वर को धन्यवाद करते हैं। എല്ലാ ദൈവവൃത്തന്മാർക്കും അഭിഷിക്തന്മാർക്കും വന്ദനം അറിയിക്കുന്നു. सभी प्रभु के दासों को, अभिषिक्तों को मैं मसीह सलाम कहता हूँ। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. വളരെ സന്തോഷത്തോടെ, വളരെ ആഗ്രഹത്തോടെ നമുക്ക് ദൈവം ഒരുമിച്ചായിരിക്കാം. बड़े ही आनंद के साथ, बड़ी उत्सुकता के साथ हम परमेश्वर के सामने बैठे. തോമസൻ പാസ്റ്ററെ കുടുംബജീവിതത്തെ സ്തോത്രം ചെയ്യുന്നു. തോമസൻ പാസ്റ്റർ जी उनके परिवार के लिए परमेश्वर धन्यवाद करता हूँ. മറ്റെല്ലാ ദൈവദാസന്മാർക്ക്, പിതാക്കന്മാരുടെ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. सभी पिताओं के लिए, बुजुर्गों के लिए मैं परमेश्वर धन्यवाद करता हूँ. ആരാധന ലീഡ് ചെയ്ത കർത്താവിൽപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ബെന്നായി സ്തോത്രം ചെയ്യുന്നു. आराधना में हमारा अगुवाई करने वाले बेन भाई को मैं परमेश्वर धन्यवाद करता हूँ. എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. मैं सभी के लिए परमेश्वर धन्यवाद करता हूँ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. രാവിലെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ടല്ലോ. वो परमेश्वर की उपस्थिति आज हमारे मध्य में है. നാം ദൈവം ഹൃദയംഗമായി ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. हम अभी तक पूरे हृदय के साथ उस परमेश्वर के लिए स्तुति गा रहे थे. അല്പം നമുക്ക് ദൈവം ദൈവിക ശബ്ദം കൽപ്പാൻ വേണ്ടി നമുക്ക് ഒരുമിച്ചായിരിക്കാം. हम थोड़ी देर उस परमेश्वर के सामने परमेश्वर के वचन को सुनेंगे. ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കാം. बड़े ही प्रार्थना के साथ हम परमेश्वर के सामने बैठे. എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന ഒരു ചിന്ത നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. परमेश्वर ने मुझे जो आज का एक विषय दिया है वो हम लोग मिलकर मनन करेंगे. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ लूका उसका 14वां अध्याय 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. उसका पहला आयत से लेके चौथा आयत तक आज के दिन हम आज की सुबह मनन करेंगे. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. लूका उसका 14वां अध्याय उसका 1 से 4 तक की आयत है. പരീശ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിക്കുവാൻ ശബ്ബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബ്ബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. അവൻ അവനെ തൊട്ട് സൗഖ്യമാക്കി വിട്ടയച്ചു. फिर वो शब्द के दिन फरीसियों के सरदारों में से किसी के घर रोटी खाने गया और वे उसकी घात में थे. वहां एक मनुष्य उसके सामने था जिसे जलंधर का रोग था. इस पर यीशु ने व्यवस्थापकों और फरीसियों से कहा, क्या शब्द के दिन अच्छा करना उचित है या नहीं? परंतु वे चुपचाप रहे. तब उसने उसे छूकर चंगा किया और जाने दिया. പരീശ പ്രമാണികളുടെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്ന കർത്താവ് ഒരു മഹോദരമുള്ള വ്യക്തിയെ സൗഖ്യമാക്കുന്നതാണ് ഇവിടുത്തെ വിഷയം. फरीसियों के सरदारों के घर में प्रभु यीशु मसीह रोटी खाने जा रहे हैं और वहां पे एक जलंधर के रोग का व्यक्ति को परमेश्वर चंगा करता है. ഒരുപക്ഷെ ഈ വ്യക്തി അതിഥിയാവുന്നതായിരിക്കാം. हो सकता है ये व्यक्ति एक मेहमान के तौर पे वहां आया हो. അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ദാസന്മാർ ഒരുവനായിരിക്കാം. या हो सकता है यहाँ वहां पे जो एक सेवकों के बीच में कोई सेवक हो. അല്ലെങ്കിൽ ചിലപ്പോൾ സൗഖ്യത്തിന് വേണ്ടി സൗഖ്യമാകാൻ വേണ്ടി തന്നെ കൊണ്ടുവന്നതായിരിക്കാം. या फिर चंगे होने के लिए वो परमेश्वर के सामने आया हो. എങ്ങനെയായിരുന്നാലും യേശുവും ആ വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. चाहे जो भी हो, यीशु मसीह और उनका बीच में एक मिलन होता है. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഇത് സൗഖ്യമാക്കുവാനുള്ള ഒരു സ്ഥലമല്ലായിരുന്നു, സമയമല്ലായിരുന്നു. यहूदियों के अगर रूप से देखें तो वो एक सही जगह नहीं है चंगा करने के लिए, और चंगा करने का सही समय भी नहीं था. പരീശന്റെ വീട്ടിൽ ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് തീർത്തും യോഗ്യമല്ല. फरीसी के घर में शब्द के दिन चंगा करना बिल्कुल भी अच्छा नहीं था. എന്നാൽ കർത്താവ് ഇവിടെ ആ വ്യക്തി സൗഖ്യമാകും. लेकिन फिर भी हम यहाँ देख सकते हैं प्रभु यीशु मसीह उस व्यक्ति को चंगा करता है. പ്രാർത്ഥനയോടെ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ദൈവം നൽകിയ ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തപ്പാൻ കർത്താവ് ശരണപ്പെടുക. प्रार्थना के बीच में परमेश्वर मुझे विषय दिया, हम लोग मिलकर ध्यान से मनन करेंगे. പലപ്പോഴും പല നിയമങ്ങൾ പല ദൈവിക പദ്ധതിക്കും തടസ്സമായി നിൽക്കാറുണ്ട്. हो सकता है कई सारे नियम कानून परमेश्वर की सेवा में बाधा डाले. ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശബ്ബത്ത് എന്നുള്ളത് നമുക്കറിയാം, കർത്താവ് ദൈവം വിശ്രമിച്ച സമയമാണല്ലോ സബത്ത് ദിവസം എന്ന് പറയുന്നത്. अगर ऐसा देखें तो जो शब्द का दिन है वो ऐसा दिन है, विश्राम का दिन है, परमेश्वर विश्राम लिया, ऐसा लिखा हुआ है. മോശ പ്രമാണം കൊടുക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശബ്ബത്ത് നാളിനെ വിശ്രാമ ദിനമായി ആചരിക്കണം. मूसा जब व्यवस्था देता है तो इस प्रकार बाइबल में लिखा है, व्यवस्था विवरण के किताब में, कि मूसा कहता है कि विश्राम के दिन निर्गमन की किताब में कहता है कि विश्राम के दिन तुम विश्राम करना. യഹൂദന്മാർ ഈ ദിവസത്തെ ആരാധനയ്ക്കും വിശ്രമത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. जो यहूदी लोग हैं इसे एक विश्राम के दिन के तौर पे से देखते थे. വർഷങ്ങളായി അവർ ഈ ദിവസത്തെ വിശ്രമത്തിന് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. कई वर्षों से वो इस दिन को आराधना के लिए और विश्राम के लिए इस्तेमाल करते थे. എന്നാൽ മലാഖി പ്രവചനത്തിന് ശേഷം നാം വായിക്കുന്ന കാലഘട്ടത്തിലുള്ളതായ പരീശ സമൂഹം
അവർ ഈ ദിവസത്തെ ഒരു അവരുടെ പ്രത്യേക ദിവസമായി അവർ അതിനെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. मलाकी की किताब में हम देख सकते हैं, जैसे मलाकी किताब के बाद हम देख सकते हैं फरीसियों का जो झुंड था वो ये शब्द के दिन को कुछ विशेष कार्यों के लिए इस्तेमाल करते थे. ഇടക്കാല ചരിത്രം എന്നുള്ള സമയത്താണല്ലോ പരീശന്മാരുടെ അവരുടെ ഉത്ഭവവും അവരുടെ പ്രവർത്തനമെല്ലാം നടന്നത്. ये मलाकी किताब के बाद ही फरीसियों के बीच में ये सब चीजें हुई. നമുക്കറിയാം അവർ പ്രത്യേക നിയമങ്ങൾ ഇങ്ങനെ അലിഖിതമായ നിയമങ്ങൾ എഴുതപ്പെട്ടതല്ലെങ്കിലും അവർ ഇങ്ങനെ ആ ദിവസത്തിന് ചില പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരു ശബത്തിൽ ഇത്ര കിലോമീറ്റർ മാത്രമേ നടക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ വഹിച്ചു കൊണ്ടുപോകുന്ന വസ്തുക്കളുടെ തൂക്കം, അതുപോലെയുള്ള ചില പ്രത്യേക നിയമങ്ങൾ യഹൂദന്മാർ എഴുതിയുണ്ടാക്കിയ ചില ഉണ്ടാക്കിയ നിയമങ്ങളാണ്. फरीसियों ने शब्द के दिन जो जो कुछ नियम कानून बनाए थे जो व्यवस्था में नहीं लिखे हुए थे, जैसे कि शब्द के दिन इतने ही दूर तक चलना है, शब्द के दिन इतने ही कपड़े पहनना है और शब्द के लिए करना है, ऐसे कई सारे नियम कानून फरीसियों ने बनाए थे. എന്നാൽ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷ നടത്തുന്നത് നമുക്കറിയാം. लेकिन हम सब देख सकते हैं यीशु मसीह इन सब नियमों के पार चलकर सेवा करते थे. ഇവിടെ കർത്താവ് ആ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ശബത്ത് നാളിൽ ഒരിക്കലും സൗഖ്യമാക്കുന്നത് ഒരു ഒരു കഠിനമായ ജോലി എന്ന രീതിയിലാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. यहूदी लोगों ने देखा, जब वो ऐसा देखते थे कि शब्द के दिन चंगा करना ये बहुत बड़ा कोई कार्य है, शब्द के दिन नहीं होना चाहिए. എന്തെങ്കിലും അത്യാവശ്യ സമയങ്ങൾ, പ്രത്യേകിച്ച് കർത്താവ് പറഞ്ഞതുപോലെ കഴുതയോ കാളയോ കിണറിൽ വീഴുക എന്ന് തുടങ്ങിയ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം അതിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാത്രം ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദത്തിനെ ഉപയോഗിച്ചിരുന്നു. शब्द के दिन को एकदम विश्राम करते थे. वो शब्द के दिन को कोई भयंकर कोई श्रम करने वाला कोई कार्य नहीं करते थे. जैसे लिखा है, कोई अगर कुएं में अगर कोई गधा गिर जाए तो तभी उसे उठाना है, मतलब उस शब्द के दिन वो विश्राम करते थे. ഇപ്രകാരമുള്ള കഠിന നിയമങ്ങൾ ആചരിച്ചു വന്നിരുന്ന പരീശന്മാരുടെ മധ്യേ കർത്താവ് ഒരു മഹോദരമുള്ള വ്യക്തിയെ സൗഖ്യമാക്കുന്നതാണ് ഇവിടുത്തെ ചിത്രം. लेकिन हम यहाँ देख सकते हैं ऐसे शब्द के दिन के समय इतने सारे नियमों के बीच में भी हम देख सकते हैं यीशु मसीह जलंधर के रोग के व्यक्ति को चंगा करता है. അപ്പോൾ കർത്താവിന്റെ വലിയ ഹൃദയത്തെയാണ് നാം ഇതുപോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. आज के सुबह हम ये मनन करने जा रहे हैं परमेश्वर के हृदय के बारे में. ഒരുപാട് സാമൂഹിക നിയമങ്ങൾ, മതപരമായ നിയമങ്ങൾ, റെസ്ട്രിക്ഷൻസ്, ഒരുപാട് നിബന്ധനകളുടെ മധ്യയായിരിക്കുന്ന കർത്താവ് മുമ്പിൽ നിൽക്കുന്ന ആവശ്യക്കാരന്റെ ഹൃദയത്തിന്റെ ഭാരത്തെ നോക്കി പറയുന്നു, നീ സൗഖ്യമാകട്ടെ. हम देख सकते हैं यहाँ पे कई सारे रुकावटें यीशु मसीह के बीच में थी, कई सारे नियम कानून व्यवस्था और कानून था, लेकिन प्रभु यीशु मसीह वहां देख सकते हैं यीशु मसीह है और सामने वो जो व्यक्ति है जिसे चंगाई चाहिए और वो व्यक्ति है. പിതാവായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് രോഗിയെ സൗഖ്യമാക്കുവാൻ, അതുപോലെ മുഴുവൻ ആളുകളെയും സ്വതന്ത്രമാക്കുവാൻ അധികാരം നൽകി പറഞ്ഞയച്ചിട്ടും ആ അധികാരം വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് സാമൂഹിക നിയമങ്ങളുടെ മധ്യേ കർത്താവ് ശുശ്രൂഷിക്കുകയായിരുന്നു. परमेश्वर ने यीशु मसीह को इस धरती पर इसलिए भेजा था कि वो चंगा करे और लोगों के मध्य में उद्धार करे, लोगों के बीच में छुटकारा दे. लेकिन हम देख सकते हैं यहाँ पे कई रुकावटों के तौर पे फरीसी शब्द के दिन आते हैं. എന്നാൽ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. यहाँ देख सकते हैं कि ये प्रभु यीशु मसीह ने इन सभी कानूनों के ऊपर चढ़कर अपनी सेवा को किया. നാം വായിക്കുന്നു, കർത്താവ് അവനെ സൗഖ്യമാക്കി അവനെ പറഞ്ഞയച്ചു എന്ന് വായിക്കുന്നു. यहाँ पे हम देख सकते हैं कि छूकर चंगा किया और जाने दिया. വായിക്കുന്നു, അവനെ വിട്ടയച്ചു. और यहाँ लिखा है और उसे जाने दिया. Send him away. उसको जाने दिया. വിട്ടയച്ചു. उसको परमेश्वर ने जाने दिया. അപ്പോൾ ഒരുപാട് നിബന്ധനകൾക്കും നിയമങ്ങൾക്കും മതത്തിന്റെ കെട്ടുകൾക്കും നടുവിൽ ജീവിച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ രോഗത്തിലും മാനസിക സംഘർഷത്തിലും എല്ലാമായിരുന്ന തന്നെ യേശു സ്വതന്ത്രനാക്കുന്നതായിട്ടാണ് नाम ये वाक्य दिलवाएगा। यहाँ देख सकते हैं कई सारे कानून और रुकावटों के मध्य में जो व्यक्ति खड़ा था उसको चंगा करने के बाद उसे एक आजादी के तौर पे हम देख सकते हैं कि यीशु मसीह ने उसको जाने दिया। യേശു വിട്ടയക്കുന്നവൻ, वहां पे ऐसा लिखा है यीशु मसीह ने उसे जाने दिया। ഈ വ്യക്തിക്ക് സൗഖ്യമാക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് നിയമങ്ങൾ നാലു ചുറ്റും തന്നെ ബന്ധനസ്ഥനാക്കി നിർത്തിയിരുന്നപ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് സാധ്യമല്ലാതിരുന്നിട്ടും തന്റെ മേൽ ദൈവിക ശക്തി വെളിപ്പെടുത്തി തന്നെ
സ്വതന്ത്രനാക്കി വിടുകയാണ്. यहाँ पे हम देख सकते हैं जो व्यक्ति है, जो रोगी है, उसके चारों तरफ कई सारे ऐसे कानून हैं, ऐसे कई सारे रुकावटें हैं जो उसे रोक रही थी चंगा होने के लिए, लेकिन उसके मध्य में भी उस प्रभु यीशु मसीह वहां रहकर उसे चंगा करता है और उसे छुड़ा देता है, आजाद करता है। ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന മധ്യേ നാം മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കുന്ന നമ്മളെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരുന്ന കർത്താവ്. आज के सुबह का मनन का विषय है कि चाहे हम जितने भी रुकावटों के मध्य में क्यों ना रहे, परमेश्वर हमें आजाद करके छुड़ाकर हमें भेज देगा। വളരെ പ്രാർത്ഥനയോടെ രാവിലെ ദൈവമായിരിക്കട്ടെ. परमेश्वर के सामने प्रार्थना के साथ बैठे हैं। നിൽക്കുന്ന സ്ഥാനം നിൽക്കുവാൻ യോഗ്യമല്ലാതിരുന്നിട്ടും വളരെ ഞെരുങ്ങി ആ ഇടങ്ങളിൽ നാം പാർക്കുന്നുവെങ്കിൽ രാവിലെ ഈ സന്ദേശം നമുക്കൊരു ആത്മിക ഉന്മേഷമായി മാറട്ടെ. നിശ്ചയമായും നമ്മുടെ കർത്താവ് അതിന്റെ നടുവിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. कई सारी रुकावटें हैं, बाधाएं हैं, कई सारी दिक्कतें हैं, लेकिन हम ऐसा देख सकते हैं, विश्वास करें प्रियो, वो परमेश्वर हमें उनमें से छुड़ाकर आजाद करेगा। പലപ്പോഴും പുറത്തു വരാൻ ആഗ്രഹമുണ്ടായി, എന്നിട്ട് കർത്താവ് എങ്ങനെ ഞാൻ പുറത്തു വരുമെന്ന് ആമേൻ വിചാരിച്ച് മനം കലങ്ങുമ്പോൾ രാവിലെ ദൈവ സന്ദേശം ശ്രദ്ധിക്കണമേ. യേശു ആ ബന്ധനത്തിൽ നിന്ന് ആ പ്രയാസത്തിന്റെ മധ്യേ നമ്മളെ പുറത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്ന कई बार हम सोचते हैं कि ये चीजें कैसी होंगी, ये सब चीजें कब हटेंगी, ये रुकावटें कब जाएंगी, लेकिन एक बात परमेश्वर हमसे कहता है कि परमेश्वर हमें आजाद करने वाला परमेश्वर है, उन बाधाओं से छुटकारा देकर हमें आजाद करने वाला एक परमेश्वर। ശ്രദ്ധിക്കണമേ, വിട്ടയക്കുക എന്നൊരു ശബ്ദം പുതിയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ശബ്ദമാണ്, അയക്കുക. ये हम सब देख सकते हैं, नए नियम में जो शब्द है जाने दिया, भेज दिया, ये बहुत बड़ा एक शब्द है। നാം വായിക്കുന്നു, അതിന്റെ മൂലഭാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തോൽ എന്ന ശബ്ദം ഉണ്ടായത് അപ്പോസ്തലിയോൻ അല്ലെങ്കിൽ അപ്പോസ്റ്റലോ എന്ന വാക്കിൽ നിന്നാണ്. जो अपोस्तल जो एक शब्द है, वो एक अपोस्तलियोन नामक एक शब्द जो ग्रीक भाषा से लिया गया है, उनमें से निकाला गया है। അവൻ ശ്രദ്ധിക്കുക, അപ്പോസ്റ്റലോ എന്ന് പറഞ്ഞാൽ അയക്കുക അല്ലെങ്കിൽ അതെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി അയക്കുക എന്ന അർത്ഥത്തിലാണ് ആ വാക്യത്തിന് ഗ്രീക്കിൽ പുതിയ ഉപയോഗിച്ചിരിക്കുന്നത്. अपोस्तलो जो शब्द है ग्रीक भाषा का शब्द है, इसको ऐसे इस्तेमाल किया है कि भेजा गया है, भेज दिया है। ആമേൻ. കർത്താവായ യേശുവിനെ പിതാവായ ദൈവം അയച്ചു. परमेश्वर यीशु मसीह को परमेश्वर ने भेजा। ആമേൻ. പുത്രൻ വന്ന് ഭൂമിയിൽ അപ്പോസ്തലന്മാരായ ശിഷ്യന്മാരെ അയക്കുന്നു. पुत्र ने यीशु मसीह ने पृथ्वी में आकर चेलों को भेज दिया, अपोस्तलों प्रेरितों को भेज दिया। ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഒരു പ്രത്യേക കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ഒരു സന്ദേശം നൽകി അയക്കപ്പെട്ടവരാണല്ലോ അപ്പോസ്തലന്മാർ. जो अपोस्तल हैं, वो एक विशेष उद्देश्य के लिए, विशेष कार्य के लिए भेजे गए लोग हैं। അപ്പോസ്റ്റലോ എന്ന വാക്കിന്റെ അർത്ഥം ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് സ്ഥാനമാറ്റം നൽകുക എന്ന അർത്ഥം. अपोस्तलो जो शब्द है, इसका दूसरा एक अर्थ ये भी है, एक स्थान को छोड़कर दूसरे स्थान में किसी विशेष उद्देश्य के लिए जाना। അപ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു. ഇവിടെ വന്ന് ബന്ധനത്തിൽ കഴിഞ്ഞ ഒരുപാട് പേരെ ആ ഇടത്ത് നിന്ന് മാറ്റിയ അല്ലെങ്കിൽ ആ ബന്ധത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ആ സമയത്തും ഇതേ വേട ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോസ്തലോ. हम देख सकते हैं कि परमेश्वर यीशु मसीह स्वर्ग से उतरकर पृथ्वी पर आकर कई लोगों को छुटकारा देकर आजाद किया, वो वहां पे ये शब्द अच्छी तरह बैठता है, अपोस्तलो। എന്നാൽ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ഞെരുങ്ങി വേദനയോടെ കഴിയുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് സ്വാതന്ത്ര്യം നൽകുന്ന കർത്താവിനെയാണ് नाम भागत हम यहाँ देख सकते हैं, जो मुख्य विषय ये है कि रुकावटों के मध्य में भी बीच में आकर, उस रुकावट के मध्य में आकर हमें छुटकारा देकर भेजने वाला एक स्थिति को हम यहाँ देख सकते हैं। പരിശ്രമിയുടെ രാവിലെ കടന്നു പോയാൽ ശ്രദ്ധിക്കണമേ, അവിടെ വലിയ നിയമങ്ങൾ, ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമില്ലായ്മകൾ, മതത്തിന്റെ ബന്ധനങ്ങൾ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യമില്ലാതെ ഒരു വല്ലാത്ത മാനസിക സംഘർഷം, ശാരീരികമായ പ്രയാസങ്ങൾ, മാനസിക ഞെരുക്കം, ഇതിനെല്ലാം മധ്യേ ഞെരുങ്ങിയിരുന്ന ഒരു വ്യക്തിയാണ് कर्ताव विटायचू इन वाइकिनो। यहाँ पे देख सकते हैं अगर हम आज अगर फरीसी घर में जाएंगे तो वहाँ बहुत सारी रुकावटें हैं, बहुत सारी ऐसी चीजें हैं जो हमें रोकेंगी, शारीरिक तौर से हमें रोकेंगी और अलग अलग तरीके से हमें रोकेंगी, हमें कुछ कुछ कार्य करने नहीं देगी। लेकिन हम यहाँ देख सकते हैं ऐसी ही सही परिस्थिति में ये रोगी वहाँ खड़ा था और प्रभु यीशु मसीह ने उसे छुड़ा दिया। हम देख सकते हैं नए नियम का जो परमेश्वर है वो भेजने वाला परमेश्वर है। नए नियम में हम यीशु मसीह को देखते हैं, वो बंधनों को खोलने वाला यीशु मसीह। അപ്പോസ്തലന്മാർക്കും അതേ അധികാരം നൽകി പറഞ്ഞു വിടുന്നു, അതെ നാം ഒരുപാട് പേരെ അഴിച്ചു വിടുന്നവർ। हम ऐसे वहाँ देख सकते हैं यीशु मसीह ने कई सारे चेलों को भेजा ये कहकर कि तुम छुड़ाने वाले लोग हो। ജീവിതത്തിന്റെ പല വഴികളിൽ നാമും ഇതേ ബന്ധനങ്ങളെല്ലാം ആയിരുന്നുവല്ലോ, എന്നാൽ പുത്രന്റെ സ്നേഹനിമിത്തം
നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയല്ലോ. हम भी प्रियो पहले पहले हम जब थे हम भी ऐसे बाधाओं में पड़े थे, रुकावटों के मध्य में खड़े थे, लेकिन यीशु मसीह के प्रेम ने हमको छुड़ाकर हमें आजाद कर दिया। പലപ്പോഴും പല പാരമ്പര്യ ബന്ധനങ്ങൾ, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള രോഗത്തിന്റെ പല ശാപങ്ങൾ, ഇപ്രകാരമുള്ള പല രീതികളിൽ ഞെരുങ്ങിക്കിടന്ന നമ്മെ പുത്രൻ വന്ന് സ്വതന്ത്രമാക്കി നമ്മെ ആമേൻ ഇപ്രകാരമുള്ള പല ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുവെച്ച് നമ്മളെ പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകിയല്ലോ. രാവിലെ നന്ദിയോട് പറയാൻ, കർത്താവേ നീ എന്നെ സ്വതന്ത്ര ആക്കിയ കർത്താവ് ഞാൻ നന്ദി പറയുന്നു. परमेश्वर को धन्यवाद करें, वो परमेश्वर ने हमें आजाद किया। हम में से कई जन ऐसे हैं जो अपने पारंपरिक बाधाओं में ग्रसित थे, अपने परिवार में रोगों में ग्रसित थे, लेकिन एक वो परमेश्वर का प्रेम ने हमको छुड़ाकर हमें आजाद किया। तो परमेश्वर को धन्यवाद करें। ഇന്ന് രാവിലെ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്, ദൈവം കർത്താവ് നമ്മളെ സ്വാതന്ത്ര്യം നൽകി നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നാം ഒരുപാട് പേരെ സ്വതന്ത്രരാക്കുന്നവരാണ്. आज का मुख्य विषय ये भी है कि परमेश्वर ने अगर हमें आजाद किया तो ये हमारी जिम्मेदारी है, हमारी उद्देश्य है कि हम भी कई लोगों को आजाद करें। സാഹചര്യങ്ങളെ നോക്കി പലപ്പോഴും നാം പറയും, കർത്താവ് ഇത് സമയം യോജ്യമല്ല, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് ഇത് കഴിയുമോ എന്നുള്ള പല തടസ്സങ്ങൾ പലപ്പോഴും നമ്മളെ പലരെയും സ്വാതന്ത്ര്യം നൽകുവാൻ, പലർക്കും ഫ്രീഡം നൽകുവാൻ നമ്മളെ അനുവദിക്കാത്ത രീതിയിൽ പലപ്പോഴും നാം ഒതുക്കപ്പെട്ടു പോകാറുണ്ട്. कई बार ऐसी परिस्थितियां होती हैं, ऐसे समय आते हैं कि हम परमेश्वर से कहते हैं, प्रभु ये क्या ये सही समय है, क्या ये सही जगह है हमें इन्हें आजाद करने के लिए? हम ये सवाल परमेश्वर से पूछते हैं। പലപ്പോഴും സുശാസ വിരോധങ്ങൾ, അതുപോലെ പല ഞെരുക്കങ്ങൾ, നമ്മെ ഒതുക്കി നിർത്താൻ കഴിയുന്ന പലവിധ വിഷയങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ രാവിലെ സന്ദേശം നമുക്ക് ഒരു ഉണർവായി മാറട്ടെ. നാം പലരെയും സ്വാതന്ത്ര്യം നൽകി സ്വതന്ത്രരാക്കുന്നവരാണ്. कई बार सताव हो गया, अलग अलग रुकावट हो गया, हमें जो रोकती हैं वो हमें कई बार आजाद करने से, लोगों को आजाद करने से रोकती हैं। लेकिन आज के सुबह के समय ये प्रियो ये एक 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 उद्देश्य के तौर पे देखें कि हमें परमेश्वर ने ये कार्य दिया कि हम लोगों को आजाद करें। യേശു പരീശന്റെ വീട്ടിൽ ഒരു കാഴ്ച വെറും അവിടുത്തെ അതിഥിയായി ചെന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോരാതെ അതിന് നടുവിൽ ഇതാ ആമേ വലിയൊരു ആത്മീയ ശുശ്രൂഷ തന്നെ എന്തിനായി വന്നുവോ അതവിടെ വെളിപ്പെടുന്ന കർത്താവിനെയാണ് പരീശന്റെ വീട്ടിൽ നാം കാണുന്നത്. यीशु मसीह वहां पर अतिथि बनकर खाना खा के वापस नहीं आने वाला था, लेकिन वहां पर जाकर एक व्यक्ति को चंगा करके उसको आजाद किया और परमेश्वर ने दिखाया कि मेरे आने का उद्देश्य क्या है। രാവിലെ വളരെ ധ്യാനത്തോടെ നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക സമയങ്ങൾ മാറ്റിവെക്കും, അല്ലെ? ഓരോന്നിനും ഓരോരോ സമയങ്ങൾ നാം മാറ്റിവെക്കാറുണ്ട്. അതെ, എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് ആഹാരം കഴിപ്പാൻ വേണ്ടി ചെന്ന അതിഥിയായി ചെന്നപ്പോൾ അവിടെയും തന്റെ ശുശ്രൂഷ വെളിപ്പെടുന്ന കർത്താവിനെയാണ് കാണുന്നത്. हम देख सकते हैं यहाँ यीशु मसीह को, अगर पहले हम अपने आप को देखें तो हम लोग का हर दिन अलग अलग कार्य होता है, इस दिन इस विशेष कार्य होता है, लेकिन हम यहाँ देख सकते हैं तो यीशु मसीह वहां पे भोजन करने गए थे और वहां पे हम देख सकते हैं एक बहुत बड़ी आत्मिक सेवा वहां परमेश्वर ने करी। അപ്പോൾ ഭക്ഷണം കഴിക്കുവാൻ ചെന്ന കർത്താവ് സൗഖ്യമാക്കി സ്വാതന്ത്ര്യം നൽകി പുറത്തേക്ക് വരുന്ന കർത്താവിനെ ഈ അധ്യായത്തിൽ ലൂക്കോസ് വെളിപ്പെടുത്തുകയാണ്. भोजन खाने गए, अतिथि के तौर पे गए यीशु मसीह वहां पर एक रोगी को चंगा करता है। ऐसे यीशु मसीह को हम इस अध्याय में देखते हैं। വിട്ടയച്ച വ്യക്തി ആ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായി സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തേക്ക് പോവുകയാണ്. वहां पे देखा जिसको परमेश्वर ने जाने दिया, जिसको परमेश्वर ने भेज दिया, वो वहां पे आजाद होकर उस रुकावटों से, उन बंधनों से आजाद होकर बाहर आता है। പലപ്പോഴും നാം അതെ ചെയ്യാത്തത് കൊണ്ട്, നാം വിട്ടയക്കാത്തത് കൊണ്ട് എത്രയോ പേർ അവിടെ തന്നെ ബന്ധനസ്ഥരായി കിടപ്പുണ്ട്. कई बार कितने लोग भी आज भी हमारे ना जाने के कारण, हमारे उनके पास ना जाने के कारण आज भी उस बंधनों में, उन रुकावटों में ग्रसित हैं। നാം ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നു, പക്ഷേ ആ മഹോദരമുള്ള വ്യക്തി അവിടെ തന്നെ കിടക്കുകയാണ്. हम गए, हम खाना खा के वापस आ गए, लेकिन जो रोगी वहां पे जलंधर के रोग से पड़ा हुआ है वो आज भी वहां पड़ा हुआ है। ആമേൻ. നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മ നിമിത്തം, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്ത നിമിത്തം ആ വ്യക്തി അവിടെ തന്നെ കിടക്കുകയല്ലേ? जो हमारा परमेश्वर ने जिम्मेदारी दी थी हमने उसे किया नहीं, इसलिए वो आज भी वहां पड़ा हुआ है। രാവിലെ ആമേ വിഷയത്തെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണമേ. ആമേ, നാം ആ വീട്ടിൽ ചെന്നാൽ, പരീശന്റെ വീട്ടിൽ അല്പസമയം നാം സമയം ചെലവഴിച്ചാൽ പിന്നെ അവിടെ രോഗിയല്ല, പിന്നെ ബന്ധന വ്യക്തിയില്ല, पूर्णमाय स्वातंत्र प्राप्त कोटमाय कुटुंब मार गया। ये बड़ी गंभीरता से आज के सुबह के समय इस वचन को ध्यान से सुने कि हम अगर कहीं जा रहे हैं, कहीं भोजन करने जा रहे हैं अतिथि के तौर पे, और वहां पे अगर हम कुछ समय बिताते हैं तो वहां ये हमें जिम्मेदारी है
कि वहाँ सभी जो लोग आजाद नहीं है, ग्रसित लोग हैं, उन्हें आजाद करने की जिम्मेदारी हमारी है। കർത്താവിന്റെ ശുശ്രൂഷ പഠിക്കുമ്പോൾ ആമേ ശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ട പ്രത്യേക ഒരു സ്ഥലമില്ലായിരുന്നു. हम देख सकते हैं यीशु मसीह की सेवा को देखें तो वो किसी विशेष स्थान की सीमा के अंदर सेवा नहीं करते थे। ആമേ നമ്മുടെ ചിന്തയിൽ ആരാധനാലയമോ പ്രാർത്ഥനാ സ്ഥലമൊക്കെയാണ് ശുശ്രൂഷയുടെ ഇടങ്ങൾ. हमारी सोच के हिसाब से कि कलीसिया है, कलीसिया की जो बिल्डिंग है इसी में ही आराधना करना चाहिए। എന്നാൽ ആമേ കർത്താവിന്റെ ശുശ്രൂഷ നടന്ന വഴികളിലെല്ലാം ഈ ആത്മശക്തിയാൽ ആമേ കർത്താവ് കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. लेकिन हम देख सकते हैं यीशु मसीह जहाँ जिस जिस रास्ते से चलते थे, जिस राहों पे वो चलते थे, उन सभी राहों में वो अपनी सेवा करते थे। ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങൾ, യാത്രാ സ്ഥലങ്ങൾ, ജോലി സ്ഥലങ്ങൾ, ഓഫീസുകൾ, നമ്മുടെ ജീവിതത്തിൽ നാം നിൽക്കുന്ന സകല ഇടങ്ങളും ശുശ്രൂഷ സ്ഥലങ്ങളാണെന്ന് രാവിലെ നാം ഗ്രഹിക്കണം. आज की सुबह हम ये चीजों को अपने जीवन में स्वीकार करें। जहाँ जब हम खाना खाते हैं, जहाँ जब अपने नौकरी करते हैं, जिन जिन स्थानों में हम जाते हैं, वे सब एक सेवा करने के लिए एक स्थान के रूप, एक मंच के तौर पर उसे इस्तेमाल करें। അഭിഷിക്തന്മാരെ സംബന്ധിച്ച് ശുശ്രൂഷയുടെ പ്രത്യേക ഇടങ്ങളിൽ എല്ലായിടത്തും അവർ ശുശ്രൂഷിക്കുന്നവരാണ്. देख सकते हैं जो अभिषिक्त जो चेले थे, जो प्रेरित थे, उनके लिए कोई विशेष स्थान नहीं था सेवा करने के लिए, वो हर जगह सेवा करते थे। ആമേൻ. നാം യാത്രയിലും, അത് കടലിലായിരുന്നാലും ജയിലിലായിരുന്നാലും, അത് പരീക്ഷന്റെ വീട്ടിലായിരുന്നാലും അല്ല സിനഗോഗിലായിരുന്നാലും എവിടെയായിരുന്നാലും ആമേൻ നാം ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കും. वो चाहे आराधनालय क्यों ना हो, चाहे वो बंदी गृह क्यों ना हो, चाहे वो फरीसी के घर में क्यों ना हो, चाहे वो समुद्र में यात्रा करने समय ही क्यों ना हो, वो हर समय परमेश्वर की सेवा करते रहते हैं। ആമേൻ. നമ്മുടെ മേലുള്ള ദൈവശക്തി ആമേ സ്ഥലത്തിന്റെ ആമേ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. हमारी जो परमेश्वर ने हमें जो जिम्मेदारी दी है, हमें जो उद्देश्य हमारे जीवन में है, वो स्थानों की सीमाओं के भी अंदर नहीं रहता है। ആമേ ഏത് സ്ഥാനത്തായിരുന്നാലും നമുക്ക് ആ ശക്തി ഉപയോഗിക്കാം. चाहे हम कहीं भी रहें, चाहे हम कहीं भी रहें, हम उन चीजों का हम इस्तेमाल करना। യേശു നോക്കിയപ്പോൾ ഈ മഹോദരമുള്ള വ്യക്തി ബന്ധനസ്ഥനായി കിടക്കുന്ന ഒരു പരീക്ഷന്റെ വീട്ടിലാണ്, അല്ലെങ്കിൽ അവിടെ ആമേ തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം, കൊടുക്കണം. അപ്പോൾ സ്ഥലം നോക്കാതെ, ഇടം നോക്കാതെ, ചുറ്റും നിൽക്കുന്ന ആളുകളുടെ മുഖം നോക്കാതെ ആമേൻ ആ വ്യക്തിയുമായി, ആ വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ വേണ്ടി യേശു ഒരുങ്ങുകയായിരുന്നു. जब यीशु मसीह ने उस रोगी को देखा, उस जलंधर के रोग से ग्रसित व्यक्ति को देखा, तो यीशु मसीह ने वहां खड़े लोगों को नहीं देखा, लोगों के चेहरों को नहीं देखा, समय नहीं देखा, स्थान नहीं देखा, बल्कि उस व्यक्ति को आजाद किया। രാവിലെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാമോ? നമ്മൾ നടക്കുന്ന വഴികളിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അല്ലെ നമ്മുടെ യാത്രാമധ്യൊക്കെ എത്ര പേരെ നാം കാണാറുണ്ട്. പക്ഷേ ഇത് യോഗ്യമായ സ്ഥലമല്ലെന്ന് പറഞ്ഞ് നാം എത്രയോ മഹോദരമുള്ളവരെ നാം ഉപേക്ഷിച്ചിട്ടുണ്ട്. ये खुद के जीवन में देखें कि हम कई बार कई ऐसे जगह में, ऐसे स्थानों में से हम होके गए जहाँ पे रोगी को हमने देखा, लेकिन हमने उसे टाल दिया कि ये सही जगह नहीं है इसे चंगा करने की। ആമേൻ. നമ്മുടെ ഉത്തരവാദിത്തമില്ലായ്മ നിമിത്തം ആ വിഷയങ്ങളെ നാം വളരെ ഗംഭീരമായി ചിന്തിക്കാത്തതിനാൽ എത്രയോ ആളുകൾ അവിടെ തന്നെ കിടക്കുകയാണ്. हमने उस अपने जिम्मेदारी को अच्छे से, उस उद्देश्य को हमने ठीक से निभाया नहीं, हमारी जिम्मेदारी को हमने निभाया नहीं। यही कारण से कितने आज भी रोगी अपने उसी स्थान पे पड़े हुए हैं। എന്നാൽ ഇത് എന്റെ ശുശ്രൂഷ സ്ഥലമാണെന്ന് മനസ്സിലാക്കി ആമേ എന്റെ മേലുള്ള അധികാരത്തിന് സ്ഥലപരിമിതികളില്ല എന്ന് മനസ്സിലാക്കിയ കർത്താവ് തന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാനായി പരീക്ഷന്റെ വീട് ഉപയോഗിക്കുകയാണ്. हम यहाँ देख सकते हैं कि ये स्थान को मैं अपनी सीमा, यीशु मसीह कहते हैं कि उस स्थान की जो सीमा है वो उन्हें रोक नहीं सकती। फरीसी के घर को एक मंच के तौर पे एक चंगा करने के स्थान के रूप में इस्तेमाल करता है। കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് റായ്ബറേലിയിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു ദേവദാസിയെ അറസ്റ്റ് ചെയ്ത് 7 ദിവസത്തേക്ക് ജയിലിൽ വിട്ടു. हम यहाँ पे कुछ दिनों पहले हमारे रायबरेली जिले में एक बहन को सताव के बाद उन्हें गिरफ्तार करके जेल में डाल दिया। 7 ദിവസം സഹോദരി രാമരത്തി, ഞങ്ങളുടെ സഹോദരിയാണ്, ഞങ്ങളുടെ തൊട്ടടുത്ത സഭയിലെ ദേവദാസി, പ്രിയ സഹോദരി ജയിലിലായിരുന്നു. 7 दिन, बहन का नाम रामरती है, वो 7 दिन जेल में थी, 7 दिन के लिए। സാധാരണ രീതിയിൽ ജയിലിലേക്ക് വിടുമ്പോൾ മാനസികമായി ഞെരുങ്ങി ക്ഷീണിച്ച് അയ്യോ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ഒരു കുറ്റവും ചെയ്തില്ലല്ലോ എന്നോർത്ത് മാനസിക ഞെരുക്കത്താൽ പലരും ഭാരപ്പെട്ട് നിരാശയിൽ കഴിയേണ്ട ഇടമാണ്. പക്ഷേ രാമരത്തി ആ 7 ദിവസം ജയിലിൽ ഒരു അത്ഭുത ശുശ്രൂഷയായി അവൾ മാറുകയായിരുന്നു. अगर एक साधारण व्यक्ति को जेल में भेजेंगे तो उसका मानसिक जो स्थिति होगी वो ये गिर जाएगा, टूट जाएगा कि जो गुनाह मैंने किया नहीं, उस गुनाह के लिए मुझे जेल में डाल रहे हैं। अलग अलग मानसिक स्थिति आएंगी। लेकिन इस बहन, जो रामरती जो बहन है, वो जेल में जाते ही उन्होंने बहुत बड़ी सेवा जेल में करी। ഞങ്ങളെല്ലാം വളരെ പ്രയാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവമേ ആ സഹോദരി ജയിലിൽ പോയല്ലോ,
സഹോദര വിശ്വാസം കുറയരുത്, സഭ ചിതറിപ്പോകരുത്, ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് അവസാന സഹോദരി ജയിലിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ കാണുവാൻ വേണ്ടി ആ സഹോദരി വിളിച്ചു ചർച്ചിലേക്ക്. हमने जब हम लोग प्रार्थना कर रहे थे अपनी कलीसिया में कि प्रभु उस बहन को संभालना, उस बहन की कलीसिया को संभालना, उनको मानसिक तौर से संभालना, टूटना ना पाए। लेकिन जब वो जेल से जब वो रिहा होकर बाहर आ रही थी तो हमने उनको सीधा अपने अपने कलीसिया में बुलाया. നമ്മെ ശ്രദ്ധിക്കണമേ, സഹോദരി വന്ന് ആ സഹോദരിയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അല്പം പോലും നിരാശയില്ലാതെ വളരെ പ്രത്യാശയോടെ വളരെ ഊർജ്ജസ്വലയായ സഹോദരി കടന്നു വരുന്ന ഞങ്ങൾ കണ്ടു. हमने उनका चेहरा देखा जब वो हमारी कलीसिया में आई रिहा होने के बाद, तो उनके चेहरे में उनकी जो हाव भाव थे उसको हम देख के समझ गए थे कि ये बड़ी ही आशा के साथ, बड़े ही आनंद के साथ हमारी कलीसिया में आई. ദിവസമാരുടെ മധ്യ സഹോദരത്തിന്റെ സാക്ഷ്യം പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ കേൾക്കുകയായിരുന്നു. हम जब वो बहन हमारे मध्य में खड़े होकर गवाही दे रही थी, हम सब बड़े ध्यान से उसे सुन रहे थे. സഹോദരിയുടെ നാല് ചുറ്റും ഒരുപാട് സുശാല വിരോധികൾ കളിയാക്കി നിന്ദിച്ചുകൊണ്ട് ആയിരുന്നു അവർ ആരംഭ ദിനങ്ങളിൽ ആ സഹോദരി ജയിലിലായിരുന്നു. जब वो जेल में थी, उनके शुरुआती दिनों में उनके आसपास के जितने कैदी थे, आसपास के जितने लोग थे, वो सब उनका मजाक उड़ा रहे थे कि जो सेवा के तौर पे, प्रभु यीशु मसीह की सेवा के तौर पे तुम जेल में आ गए, ऐसे मजाक उड़ा रहे थे. പക്ഷേ ആമേൻ, ദിവസം കടന്നുപോയപ്പോൾ ആ 7 ദിവസത്തിനകത്ത് പറഞ്ഞു ആ സഹോദരി 7 ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുവാൻ പോലും ജയിലിലെ മറ്റ് തടവറയിൽ കിടക്കുന്ന ആൾ അനുവദിച്ചില്ല. കാരണം വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ബന്ധന ജയിലിലും അനേക സാത്താന്യ ബന്ധനങ്ങളെ അഴിച്ച് രോഗി സൗഖ്യമായി. ആമേൻ, അവിടുത്തെ ആളുകളെ, അവിടുത്തെ ഒഫീഷ്യൽ ആളുകളെ സൗഖ്യമാക്കി. അവസാനം അവർ 7-ാം ദിവസം ബെയിൽ കിട്ടി പുറത്തു വരുമ്പോൾ യേശു പോകുന്നു എന്ന് പറഞ്ഞ് അവർ യാത്ര അയച്ചു. वहां पे हम देख सकते हैं ऐसा उस बहन ने गवाही दिया कि 7 दिनों में एक भी रात उनको ठीक से सोने भी उनको कैदियों ने नहीं दिया, क्योंकि वे प्रार्थना के विषय को लेकर उनके मध्य में आ रहे थे कि बहन हमारे लिए इस विषय के लिए प्रार्थना करें. और वहां पे 7 दिन के बाद वहां के अधिकारियों के लिए भी प्रार्थना करके जब वो जेल से बाहर आ रही थी, तो कैदी और बाकी अधिकारी कह रहे थे देखो यीशु जा रहा है. ശ്രദ്ധിക്കുക, അപ്പോൾ ആമേൻ, രാമരത്തി സേവിക്കുന്ന കർത്താവിനല്ല നാം സേവിക്കുന്നത്. जिस जिस परमेश्वर को रामरती सेवा करती है, उसी परमेश्वर की हम भी सेवा करते हैं. ആമേൻ, ഏത് സാഹചര്യമായിരുന്നാലും നാം സുവിശേഷം പ്രസംഗിക്കും. चाहे जो भी परिस्थिति हो, चाहे जो भी समय हो, हम परमेश्वर की सेवा करें. ആ സഹോദരി പറഞ്ഞു, ആ ജയിലർ എന്ന് പറഞ്ഞാൽ അവരെ നോക്കുന്ന ഒരു സ്ത്രീ ഓഫീസറാണ്. അവരുടെ മേലും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച അനുഭവത്തെ പറയുകയുണ്ടായി. वो रामरती बहन कह रही थी, जो उनके जो जेल में, उनके जो सेल में जो ऑफिसर थी, एक महिला ऑफिसर थी, उनके सर पे भी उन्होंने प्रार्थना हाथ रखकर प्रार्थना करके हम आए. ശ്രദ്ധിക്കുക, ആമേൻ, നാം ആമേൻ ലോകത്തിൽ നിന്ന് വളരെ വ്യത്യസ്തരല്ലേ? हम लोग प्रियो असाधारण लोग हैं. ആമേൻ, നാം പരീക്ഷന്റെ വീട്ടിലായിരുന്നാലും ജയിലിലായിരുന്നാലും നീ പത്മോസിലായിരുന്നാലും ജീവിതത്തിന്റെ സകല വഴികളിലും ഏത് സാഹചര്യത്തിലും ആമേൻ രോഗിയെ സൗഖ്യമാക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, ആത്മാവിൽ ആനന്ദത്തോടെ സമയം ചെലവഴിപ്പാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. असाधारण लोग हैं प्रियो. फरीसी के घर में जाकर हम लोग रोगी को चंगा करते हैं, जेल में जाकर हम परमेश्वर के वचन की सेवा करते हैं, परमेश्वर के वचन की मनादी करते हैं. परमेश्वर ने हमें चुना है इस उद्देश्य के लिए. इस जिम्मेदारी परमेश्वर ने हमें दी है कि हम ये कार्य करें. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ഒരു അവസരമുണ്ടാകട്ടെ, സ്വാതന്ത്ര്യമുണ്ടാകട്ടെ, നിയമങ്ങൾ ദൈവസഭയ്ക്ക് അനുകൂലമാകട്ടെ, അല്ലെങ്കിൽ അവ ഒരുമിച്ച് കൂടുവാൻ അനുവാദം ഉണ്ടാകട്ടെ എല്ലാം പറഞ്ഞ് നമ്മൾ ഒരുപാട് സമയങ്ങളിൽ നമ്മുടെ അവസരങ്ങളെ തള്ളി മാറ്റാറുണ്ട്. हम लोग कई बार ऐसे ऐसे अवसरों को ठुकरा देते हैं कि सही समय आने दीजिए, सही स्थान मिलने दीजिए, सही लोगों को आने दीजिए, तब हम अपनी सेवा करेंगे. അല്ലെ? ശരിയല്ലേ? നാം എത്രയോ സമയങ്ങളിൽ കാത്തിരിക്കുന്നു, എനിക്കൊരു അനുകൂലമായ സമയം ഉണ്ടായിട്ട് ഞാൻ ശുശ്രൂഷിക്കാം. क्या मैं सही कह रहा हूँ कि कितनी बार अनुकूल परिस्थितियों का हम इंतजार करते हैं. ആമേൻ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നല്ലൊരു അന്തരീക്ഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ 4 പേർ ഒരുമിച്ച് കൂടുതൽ പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നാം എത്രയോ പ്രാവശ്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. कितने बार रोगियों को हमने ठुकरा दिया यह कहकर कि एक प्रार्थना का माहौल नहीं है, कुछ लोग नहीं है प्रार्थना करने के लिए, और हम लोग ठुकरा देते हैं. ഇവിടെ ശ്രദ്ധിക്കുക, അവൻ പിതാവിനാൽ അയക്കപ്പെട്ട കർത്താവ് പരീക്ഷന്റെ വീട്ടിലിരുന്നു കൊണ്ട് ആമേൻ താൻ പലരെയും ബന്ധനസ്ഥരായി കിടക്കുന്ന ആളുകളെ പുറത്തേക്ക് അയപ്പാൻ തനിക്ക് അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഹല്ലേലൂയ, സാധാരണ മാനുഷിക നിയമങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് യേശു പറയുന്നു,
നീ സൗഖ്യമാകട്ടെ. परमेश्वर ने यीशु मसीह को एक जिम्मेदारी, एक उद्देश्य के साथ भेजा। उस यीशु मसीह ने उस फरीसी के घर में आकर उस व्यक्ति को चंगा किया, बिना किसी सीमा को देखकर, बिना किसी व्यक्ति को देखकर परमेश्वर यीशु मसीह ने अपनी जिम्मेदारी को, अपने उद्देश्य को पूरा किया। പരീശന്മാർ എന്നെ ദൈവപുത്രനെന്ന് മനസ്സിലാക്കിയ ശേഷം എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം തരുമ്പോൾ ഞാൻ ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ യേശു അവസരം കാത്തിരിക്കാതെ വിരോധമായ നിയമങ്ങൾ എഴുതി, അല്ലെങ്കിൽ തനിക്ക് വിരോധമായി ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ഉള്ളപ്പോൾ അവയെ തള്ളി യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ, സൗഖ്യമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. यीशु मसीह ये इंतजार नहीं कर रहे थे कि फरीसी कब उन्हें परमेश्वर का पुत्र कहकर उन्हें ये मौका दे कि इस रोगी को चंगा करे, बल्कि परमेश्वर मसीह ने उन सीमाएं, जो रुकावटें उनके आगे पीछे थी, उन्हें तोड़कर उस व्यक्ति को चंगा किया। ये यही उद्देश्य के साथ प्रियो हम भी परमेश्वर की सेवा करने സാഹചര്യങ്ങൾ ഏത് തന്നെയായിരുന്നാലും ആമേ സൗഖ്യമാക്കുവാൻ അധികാരവും ദൈവശക്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. परिस्थिति चाहे जो भी हो, उस परिस्थितियों में सेवा करने के लिए परमेश्वर ने हमें सामर्थ्य दी। മുമ്പിൽ നിൽക്കുന്ന ആളുകളെ വലിപ്പം എത്ര വലിയതായിരുന്നാലും അവർക്ക് ആമേ കൊടുക്കുവാൻ ആവശ്യമായ ഉപദേശവും സന്ദേശവും നമ്മുടെ സുവിശേഷം, നമ്മുടെ കയ്യിൽ സുവിശേഷത്തിന് അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. सामने खड़े व्यक्ति की लंबाई चौड़ाई को देखकर अपनी सेवा को नाप तोल के सेवा करने वाले लोग में से परमेश्वर हमें नहीं चुना है, हमें परमेश्वर सामर्थ्य दी है। അതുകൊണ്ട് ഇന്ന് രാവിലെ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഇതാണ്, ശ്രദ്ധിക്കണമേ. ആമേ നാം നിൽക്കുന്ന ഇടം നമ്മുടെ ശുശ്രൂഷ സ്ഥലമാണ്. हम जहाँ खड़े हैं, ये प्रिय परमेश्वर ने आज का मुख्य विषय है, जहाँ हम खड़े हैं वहाँ परमेश्वर की सेवा करने के लिए उस एक मंच को तैयार करें। നാം നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ മേലുള്ള അഭിഷേകത്തെ ഉപയോഗിക്കാൻ ദൈവം അധികാരം നൽകിയിട്ടുണ്ട്. जहाँ खड़े हैं वहीं पर खड़े होकर जो सामर्थ परमेश्वर ने दी है उसका हम इस्तेमाल करें। ആമേൻ. നിശ്ചയമായും നമ്മുടെ മേലുള്ള ദൈവശക്തി ആമേൻ ആളുകൾ നോക്കുന്നു, കളിയാക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് നിയമങ്ങളുള്ളപ്പോൾ തന്നെ എത്ര വലിയ മഹോദരമായിരുന്നാലും എത്ര വലിയ രോഗമായിരുന്നാലും സൗഖ്യമാക്കി അവനെ പറഞ്ഞയക്കുവാൻ, വിട്ടയക്കുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. इतने परमेश्वर में हमें इस्तेमाल करे कि चाहे जो भी खड़े हो आमने सामने, चाहे जैसी परिस्थिति हो, चाहे जैसा भी स्थान हो, सही रोगी जो इस रोग से ग्रसित है, जो जलंधर के रोग से ग्रसित है, उसे चंगा कर आजाद कर उसे छुटकारा देकर भेजने के लिए परमेश्वर हमें इस्तेमाल करे। നാം ചെല്ലുന്ന പരീശന്മാരുടെ വീടുകളിൽ നാം മടങ്ങിപ്പോകുമ്പോൾ മഹോദരമുള്ള ഒരു വ്യക്തി അവിടെ ഇല്ലാതിരിക്കട്ടെ. हम जब किसी फरीसी के घर पे जाएं तो वापस जब अपने घर की ओर जब बढ़े तो वहां पे जो कोई भी रोगी है वो चंगा होने पाए। നാം മടങ്ങുമ്പോൾ അവിടെ വലിയൊരു ആത്മീക അന്തരീക്ഷം വെളിപ്പെടട്ടെ. जब हम वो फरीसी के घर से वापस अपने घर की तरफ बढ़े तो जो घर है, फरीसी का घर है, वहां पे आत्मिक परमेश्वर की आत्मा उतरने पाए। കർത്താവ് ചെന്ന് അവിടുന്ന് മടങ്ങി വന്നപ്പോൾ നമുക്കറിയാം, ചരിത്രത്തിന്റെ ഭാഗമായതുപോലെ നാം ചെല്ലുന്ന സ്ഥലങ്ങൾ പിന്നീടുള്ള തലമുറയ്ക്ക് ഇത് വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഓർക്കുമ്പോൾ ആമേൻ വലിയ സന്തോഷം പകരുന്ന, ഉണർവ് പകരുന്ന പ്രത്യേക സംഭവങ്ങളായി മാറട്ടെ. ये हम जहाँ भी किसी भी फरीसी घर पे जाए तो ये हमारे आने वाली पीढ़ी के लिए एक उदाहरण हो, एक 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 इतिहास हो कि यहाँ पे इनकी प्रभु की सेवा की गई है। രാവിലെ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ മനസ്സിലാക്കുന്നു. നാം ചെല്ലുന്ന ഇടങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുക. कितने लोग विश्वास करते हैं जहाँ जहाँ हम जाएंगे, जहाँ जहाँ जा रहे हैं वो इतिहास के पन्नों में जुड़ रहा है। ആമേൻ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പ്രത്യേക സമയങ്ങൾ ഒരു സാധാരണ ദിവസമായി സാധാരണക്കാർ മാറുന്നു. പക്ഷേ അഭിഷേകവും ദൈവശക്തിയും പ്രാപിച്ച കർത്താവിന് നമുക്ക് അഭിഷിക്തന്മാർക്ക് ഇതൊരു വെറും ഇടമല്ല, ഒരു ആഹാരം കഴിക്കുന്ന ഇടമല്ല, പിന്നെയോ ഇത് ശുശ്രൂഷ വെളിപ്പെടുത്തുന്ന അത്ഭുതത്തിന്റെ സ്ഥലമായി മാറുകയാണ്. साधारण व्यक्ति के लिए एक घर में अतिथि के तौर पर जाकर भोजन करके वापस आना सामान्य बात है, लेकिन हम और आप जो अभिषिक्त लोग हैं, जो परमेश्वर सामर्थ्य दिए हमारे लिए एक मंच के तौर पे परमेश्वर हम इस्तेमाल कर रहा है, एक मंच दे रहा है कि परमेश्वर की सेवा करने की। ഓർക്കുക, നിസ്സാരമെന്ന് പറയുന്ന സമയങ്ങൾ സാധാരണ സമയങ്ങളെ അസാധാരണമായ ഇടങ്ങളാക്കി നാം മാറ്റുന്നു. सामान्य और साधारण जो समय होता है उस समय को भी हम ठुकरा देते हैं, അസാധാരണ സമയമാക്കി മാറ്റുന്നു. और हम जो सामान्य जो साधारण जो समय है उसको हम असाधारण के तौर पे तब्दील करते हैं। സാധാരണമായ ഒരു വീടും പരിസരവും അല്ലെങ്കിൽ പരീശന്റെ വീട് എന്റെ ശുശ്രൂഷയ്ക്ക് യോജ്യമായ സ്ഥലമല്ലെന്ന് പലപ്പോഴും പറഞ്ഞിടങ്ങളെ നാം പുതിയ നിയമത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുന്ന ഇടമാക്കി മാറ്റുന്നു. साधारण जो जगह है, साधारण जो स्थान है, फरीसी का एक साधारण सा घर है, उस घर को एक परमेश्वर की सेवा के लिए एक मंच के तौर पे तब्दील करने वाले लोग हैं प्रियो। हम
ചെല്ലുന്ന ഇടങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി നാം हम മാറുകയാണ്. जहाँ जाएंगे वहाँ उन लोगों के लिए एक आश्वासन का एक पात्र के तौर पे बनने के लिए परमेश्वर इस्तेमाल ഇന്ന് करें। രാവിലെ അഭിഷിക്തന്മാരെ, ദൈവദാസിമാരെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ആമേൻ, നമ്മൾ അസാധാരണക്കാരാണ്. प्रियो, जो आज इस शब्द को सुन रहे हैं, ये सब बात जान ले कि हम असाधारण लोग हैं। അല്ലെ, ദൈവത്തിന്റെ പദ്ധതിയിൽ മഹോദരമുള്ള വ്യക്തിയെ സൗഖ്യമാക്കുവാൻ പിതാവായ ദൈവം നിർണയിച്ച സമയത്ത്, അതേ സമയത്ത് അവിടെ ചെന്ന് തന്നെ സൗഖ്യമാക്കിയ കർത്താവിനെ പോലെ എത്രയോ പേരെ സൗഖ്യമാക്കുവാൻ, സുഖപ്പെടുത്തുവാൻ, ആമേൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗിയെ സൗഖ്യമാക്കുവാൻ, സുവിശേഷം അറിയിപ്പാൻ, അതേ ആമേൻ, രക്ഷയുടെ സന്ദേശം അറിയിപ്പാൻ വേണ്ടി ദൈവം നമ്മൾ എവിടെയെല്ലാം അയച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മെ തന്നെ ശോധന ചെയ്യാമോ? ദൈവമേ, നീ എന്നെ അയച്ച ഇടങ്ങളിൽ ഞാൻ എന്റെ ശുശ്രൂഷ ചെയ്തിട്ടാണോ മടങ്ങി വന്നത്? सही स्थान पे, सही जगह पे परमेश्वर ने हमें भेजा था। प्रियो, हम अपने आप को देखें कि क्या जो परमेश्वर ने मुझे जिस स्थान पे भेजा था प्रार्थना करने के लिए, जिस स्थान में परमेश्वर ने मुझे भेजा था चंगा करने के लिए, क्या उस स्थान में जाकर क्या मैंने अपनी सेवा करी? क्या उस स्थान में जो शैतान के जो बंधन थे वो हटे कि नहीं? ये आज की सुबह हम अपने आप में ध्यान दें। ആമേൻ, ഞാൻ ചെന്ന ഇടങ്ങളിൽ ഞാൻ ആമേൻ കേവലം ഒരു ഭക്ഷണം കഴിച്ച് മടങ്ങി വന്നു എന്ന് മാത്രം പറഞ്ഞ് ഇരിക്കാതെ, പിന്നെയോ കർത്താവായ ദൈവം എന്നെ അഭിഷേകം ചെയ്ത അഭിഷേകത്തിന്റെ ശക്തി ഞാൻ അവിടെയും വെളിപ്പെടുത്തി. നമ്മെ അയച്ചതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ ശുശ്രൂഷ നിവർത്തിക്കാമല്ലോ. इसी स्थान पे हमें भोजन के लिए बुलाया है, हम वहां जाकर भोजन कर अतिथि के तौर पे वापस आकर पेट भर के खाने के बाद वापस ना आए। प्रियो, अपनी सेवा को जो परमेश्वर ने जो हमें सामर्थ्य दी है, उस सेवा को हम उस स्थान पे करें और परमेश्वर की सेवा करें। നാം നമ്മുടെ ആത്മിക ശുശ്രൂഷയെ സംബന്ധിച്ച് ബോധവാന്മാരായിരിക്കണം. हम लोग को अपनी सेवा के लिए हम जिम्मेदार बने। ആമേൻ, നമ്മുടെ ശുശ്രൂഷ ഇടങ്ങളാണ് നാം തിരയേണ്ടത്. हमें अपने सेवा करने के स्थान को चुनना है। അല്ലെ, നാം എവിടെ പോയിരുന്നാലും നാം നമ്മുടെ ശുശ്രൂഷ സ്ഥലങ്ങൾ തിരയണം. हम कहीं भी जाए तो हमें एक सेवा करने का मंच को ढूंढना है। നാം അവിടെ പ്ലാറ്റ്ഫോം തയ്യാറാക്കുവാൻ നാം ശ്രദ്ധിച്ചിരിക്കട്ടെ. हम वहाँ पे एक मंच को तैयार करने की सेवा करें। ഏതിടത്ത് പോയിരുന്നാലും നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം, സുവിശേഷത്തിന് വേണ്ടി ഒരു സ്റ്റേജ് ഒരുക്കണം. हम कहीं भी जाए तो हमारा मुख्य पहला कार्य ये होना चाहिए कि एक सेवा करने के लिए एक मंच का तैयार करना। നമ്മുടെ പിതാക്കന്മാരെല്ലാം ചെയ്തവരായിരുന്നല്ലോ. हमारे जो पिता थे, हमारे जो प्राचीन पिता थे, वे सब यही कार्य करते थे। അവർ യാത്രാമധ്യ സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. यात्रा करते के बीच में मध्य में ये परमेश्वर की सेवा करते थे। അവർ വിവാഹ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഖ്യാപിക്കുന്നവരായിരുന്നു. विवाह के मध्य में भी परमेश्वर की सेवा करते थे। ജീവിതത്തിലെ ഏത് വഴികൾ അവർ ആളുകളെ കണ്ടുമുട്ടുന്നു അവിടെ എല്ലാം സുവിശേഷത്തിന് വേണ്ടി അവർ നിലകൊണ്ടിരുന്നു. जहाँ भी जब भी किसी व्यक्ति से वे मिलते थे, वे परमेश्वर के वचन का और सुसमाचार का प्रचार करते थे। എന്നാൽ നമ്മോട് ചോദിക്കാം, നാം അങ്ങനെ ചെയ്യുന്നവരാണോ? क्या ये अपने आप से पूछने का एक सवाल है कि क्या हम ये कार्य करते हैं कि नहीं? പരീക്ഷന്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ച് മടങ്ങി വന്ന കർത്താവിനെ പിന്നെ അവിടെ ശുശ്രൂഷ നിവർത്തിച്ചിട്ട് മടങ്ങി വന്ന കർത്താവിനെ കാണുന്നത്. यहाँ पे देख सकते हैं, भोजन खाकर पेट भरकर वापस आने वाले यीशु मसीह को नहीं देखते। वहां जाकर सेवा कर सुसमाचार का प्रचार कर चंगा कर वापस आने वाले यीशु मसीह को। നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രത്യേക ഇടങ്ങളോ അല്ലെങ്കിൽ സ്റ്റേജുകളോ നാം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. हमारी सेवा करने के लिए प्रियो हमें कोई विशेष स्थान की किसी विशेष समय की जरूरत नहीं। ആ വ്യക്തി യേശു അഴിച്ചുവിട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം എവിടെയെല്ലാം അയച്ചാലും അവിടെയെല്ലാം പുതിയ നിയമത്തിന്റെ പുനരുദ്ധാരണ ശക്തിയാൽ ആളുകളെ സ്വതന്ത്രരാക്കുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായി നാം മാറട്ടെ. हम प्रियो एक नए नियम के प्रचारक के तौर पे, एक नए नियम के सुसमाचार प्रचारक के तौर पे खुद को बदले। ये हमारा कार्य है कि रोगी को चंगा कर उसे सुसमाचार सुनाकर उसे आजाद कर भेजने का कार्य प्रियो हमारा। അവസരം ഇല്ലാത്തിടത്ത് അവസരങ്ങളെ ഉണ്ടാക്കുന്നവരാണ് നാം. अवसर जहाँ पे नहीं है, जहाँ पे कोई अवसर नहीं है, वहाँ पे अवसर बनाने वाले लोग हैं प्रियो हम। സുവിശേഷത്തിന് വേണ്ടി സ്റ്റേജുകൾ ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിലും നാം അവിടെ സ്റ്റേജുകൾ ഒരുക്കുന്നവരാണ്. प्रचार के लिए कोई मंच नहीं है, हम वहाँ खड़े होकर मंच बनाने वाले लोग हैं। ആളുകളുടെ എന്റെ പിന്നാലെ ഒരുവൻ സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ, ഇത് എന്റെ അവസരമാണ്, എനിക്ക് ഇവിടെ ചെയ്യണമെന്ന് ബോധ്യമായ കർത്താവ് ഇതാ പറയുന്നു, നീ സൗഖ്യമാകട്ടെ. यहाँ भोजन खाकर जो रुकावटें हैं, उसे रुकावटों को अपने अंदर उन रुकावटों को स्वीकार कर वापस ना जाने वाले यीशु मसीह को देखते हैं, जबकि वहां पर खड़े होकर उस व्यक्ति को चंगा करके उसे आजाद करने वाले यीशु मसीह को യേശു അവനെ വിട്ടയച്ചു. यहाँ पे पढ़ते हैं, यीशु मसीह ने उसे भेजा, जाने दिया। യേശു അവനെ വിട്ടയച്ചു. यीशु मसीह ने उसको जाने दिया। ഇനി അവന്റെ മേൽ പരീശന്മാർ നിയമത്തിന് അധികാരമില്ല. अभी उसके ऊपर फरीसियों
की जो कानून है उसके ऊपर नहीं लागू होती। യഹൂദ മതത്തിന്റെ നിയമങ്ങൾക്ക് തന്നെ ആമേൻ ഒതുക്കുവാൻ സാധ്യമല്ല. अभी यहूदियों के जो कानून और नियम है वे उसको बांध नहीं सकते, ആമേൻ യേശു ആരാണെന്നും യേശുവിനാലുള്ള അധികാരവും ആമേൻ സൗഖ്യവും താൻ പ്രാപിച്ചു കഴിഞ്ഞു. यीशु मसीह कौन है ये जान लिया था उस व्यक्ति ने। यीशु मसीह क्या कर सकता है ये बात व्यक्ति जान गया था। ഇന്ന് രാവിലെ മനസ്സിലാക്കണമേ, നമ്മുടെ മേൽ അഭിഷേകത്തിന് ആമേൻ ആർക്കും അതെ അതിര് വെക്കുവാൻ സാധ്യമല്ല. ये बात जान ले कि हमारे ऊपर जो सामर्थ्य है उसको कोई भी सीमा नहीं है, उस पर कोई रुकावट कोई डाल नहीं सकता। ആമേൻ നമ്മൾ ശുശ്രൂഷിച്ചുകൊണ്ടേയിരിക്കും. हमें हर समय परमेश्वर की सेवा करते रहेंगे। നിരാവശ്യന്മാരെ നമ്മുടെ ഉള്ളിൽ ആമേൻ വലിയ ആമേൻ ധൈര്യമുളവാകട്ടെ. आज की सुबह हमारे अंदर एक बहुत बड़ा धैर्य आने पाए। ആമേൻ ആളുകൾ കളിയാക്കുവാൻ നോക്കി നിൽക്കുമ്പോൾ, വിരോധികൾ അവസരം നമ്മളെ പിടിക്കുവാൻ അവസരം വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് നടുവിലും നാം ശുശ്രൂഷ നിവർത്തിക്കും. जब हमारे चारों तरफ लोग खड़े हों, वो अवसर ढूंढे कि कब इस पे घात लगाए, तो ये हमारी जिम्मेदारी है कि हम खड़े होकर निडर होकर धैर्य के साथ परमेश्वर की सेवा करें। നാം നിരവധി പേരെ വിട്ടയക്കുന്നവരാണ്. हम कई सारे लोगों को आजाद कर भेजने वाले लोग। ആമേൻ നാം കടന്നു ചെന്നിട്ട് മടങ്ങി വരുമ്പോൾ ഇനി അവരുടെ ബന്ധനത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കില്ല. हम जाकर किसी स्थान से वापस आते हैं तो उस स्थान में कोई भी रोगी व्यक्ति नहीं है। ആമേൻ നിശ്ചയമായും നാം അനേകർക്ക് നന്മയ്ക്ക് കാരണമായി തീരും. हम कई सारे लोगों के लिए एक आशीष का कारण बनेंगे। ഞാൻ ആത്മാവിൽ പറയാമോ, ഹല്ലേലൂയ, ഞാൻ അനേകരെ വിട്ടയക്കുന്നവൻ. कितने लोग कह सकते हैं मैं कई लोगों को आजाद कर भेजने वाला हूँ। ആമേൻ ഞാൻ ഒരുപാട് പേരെ വിട്ടയക്കും. मैं कई सारे लोगों को भेजूंगा। ഞാൻ മടങ്ങി വരുമ്പോൾ അവിടെ ഇനി ആ ഒരു ബന്ധനം കാണുകയില്ല. मैं जब वहां से वापस आऊंगा तो वहां पे ऐसा कोई बंधन वहां होगा ही नहीं। നമുക്കറിയാം ഫിലിപ്പിയിലെ കാരാഗ്രഹം പിന്നെ പൗലോസിനും ശീലാസിനും അവിടെ ഇല്ല. वहां पे जो बंदीगृह था वहां पे पौलुस और ശീലാസ് को कोई रोक नहीं सकता था। വരും തലമുറകളെ പോലും ആമേൻ അവിടെ ആ ജയിലിടുവാൻ തക്കവണ്ണം ഒരു ജയിൽ അവിടെ ശേഷിച്ചിരിക്കുന്നില്ല. കാരണം അടിസ്ഥാനം വരെ ഇളകി. ഇനി ആമേൻ നമുക്കറിയാം ആ ബന്ധനങ്ങൾ തകരുകയാണ്. वहाँ कोई बंदीगृह है ही नहीं, वहाँ कोई बंधन है ही नहीं, बंदीगृह की नींव हिल चुकी है, वहाँ और कुछ बचा नहीं। നാം ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ ആത്മാവിൽ നാം നിലകൊണ്ടാൽ ഹല്ലേലൂയ, നിശ്ചയമായും പിശാചൊരുക്കിയിരിക്കുന്ന പല തന്ത്രങ്ങൾ നാളെയിലെ തലമുറയെ പോലും അടിമകളാക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ ഒരുപാട് ബന്ധനങ്ങൾ തകർന്ന് ഹല്ലേലൂയ ഫിലിപ്പിയെ ശുദ്ധീകരിച്ചിട്ടായിരിക്കും നാം മടങ്ങി വരുന്നത്. हम कहीं अगर जा रहे हैं, किसी शहर जा रहे हैं, किसी घर जा रहे हैं, आज हम वहां पर सेवा करेंगे तो कल के होने वाली पीढ़ी भी उस अनुग्रह को अपने जीवन में महसूस करेगी। ശ്രദ്ധിക്കണമേ, നാം അസാധാരണക്കാർ. हम लोग भी असाधारण लोग हैं। ആമേൻ നമ്മൾ സകലയിടത്തും സുവിശേഷം हम പ്രസംഗിക്കും. लोग हर जगह हर समय परमेश्वर की सेवा നാം करेंगे। എല്ലായിടത്തും രോഗിയെ സൗഖ്യമാക്കും. हम हर जगह जाकर परमेश्वर के रोगी को चंगा करेंगे। എല്ലാ സ്ഥലത്തും ഭൂതങ്ങളെ പുറത്താക്കും. हम हर जगह जाकर शैतान के बंधनों को हिलाएंगे। മഹോദരമുള്ളവരെ എല്ലായിടത്തും സൗഖ്യമാക്കും. जलंधर के रोगी को हम चंगा करेंगे। ആമേൻ ആരെല്ലാം നിയമങ്ങൾ പറഞ്ഞാലും चाहे कोई भी नियम कानून ആമേൻ നാം ശുശ്രൂഷ പൂർത്തീകരിക്കും. अपनी सेवा पूरी करेंगे। ദൈവം നമ്മളെ സഹായിക്കട്ടെ. हमें सहायता करें। ആളുകൾ നോക്കി നിൽക്കവേ लोग हमें देखने पाए। ആമേൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് പര്യാപ്തമായ അനുകൂലമായ സാഹചര്യമല്ലെന്ന് ആമേൻ പലരും പറഞ്ഞപ്പോഴും लोग कहते हैं अच्छा स्थान नहीं है, सही समय नहीं है, അതിന് നടുവിലും കർത്താവ് പറയുന്നു, നീ സൗഖ്യമാകട്ടെ. उसके मध्य में भी परमेश्वर मसीह कहता है तू चंगा होने ആമേ പാരമ്പര്യം ആളുകളെ കെട്ടിയിടുമ്പോൾ ആമേ സുവിശേഷം ആളുകളെ അഴിച്ചുവിടുകയാണ്. परंपरा लोगों को बांध के रखती है, लेकिन सुसमाचार उन्हें आजाद करता है। നിശ്ചയമായും അനേകർ സൗഖ്യമാകും. ये निश्चय है कि कई लोग चंगे होने ഈ पाए। ശക്തി നമ്മുടെ ദേശങ്ങളിൽ വെളിപ്പെടട്ടെ. सामर्थ हमारे मध्य में से निकलकर शहर में आने पाए। നിശ്ചയമായും ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, റായ്ബറയിൽ ഞങ്ങൾ ഇത് കാണും. हम निश्चय कहते हैं कि रायबरेली में हम इस सामर्थ को महसूस करें। ഇവിടുത്തെ അവസാന ബന്ധനസ്ഥയെ ഞങ്ങൾ അഴിച്ചുവിടും. यहाँ के आखिरी बंधन में पड़े व्यक्ति को भी हम छुड़ाएंगे। ആമേൻ ഈ ശുശ്രൂഷ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ വെളിപ്പെടും. यही सामर्थ महाराष्ट्र में और बॉम्बे में भी आएगी। നാം നിൽക്കുന്ന സ്ഥലം അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സ്ഥലമാണല്ലോ. ഹല്ലേലൂയ. खड़े हैं उस स्थान को बहुत बड़ी सामर्थ के स्थान पे तब्दील करने वाले लोग। ആമേൻ നാം മടങ്ങി വരുമ്പോൾ ആമേൻ ഇനി അവരുടെ ബന്ധനസ്ഥ ഉണ്ടാകുകയില്ല. जब वापस आएंगे तो उस स्थान में वहाँ कोई श्रापित व्यक्ति, वहाँ पे कोई रोगी व्यक्ति नहीं होगा। ആമേൻ ആമേൻ നാം ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടും. जब जाएंगे तो वहाँ परमेश्वर का सामर्थ आएगा। വരും തലമുറ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. आने वाली पीढ़ी ये गवाही करेगी कि पहले यहाँ पे एक परमेश्वर की सामर्थ बरसी है। ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे। God bless you all. परमेश्वर आप सबको सहायता करे। Praise the Lord. Praise the Lord।